السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين ما بعد. സർവാധിരനായ എൻ്റെ ഉസ്താദുമാരെ, മറ്റു എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുത്തഅല്ലിം സുഹൃത്തുക്കളെ, നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ എംലിത്തിൻ്റെ ധന്യമായ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംവദിക്കാം. നാദം തുണക്കുമാറാകട്ടെ. സമകാലിക കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനമായതും ഏറ്റവും വലിയതുമായ ഒരു ഐക്യരാഷ്ട്ര സംഘടനയാണ് UNO എന്ന് പറയുന്നത്. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരു ഐക്യരാഷ്ട്ര സംഘടന രൂപീകരിക്കണമെന്നതിൻ്റെ ആവശ്യകതയെ ലോക നേതാക്കൾ മുന്നോട്ട് വെച്ചപ്പോൾ നിർമ്മിച്ച ഒരു വുഡ്രോ വിൽസന്റെ, അമേരിക്കൻ പ്രസിഡന്റായിരുന്ന വുഡ്രോ വിൽസന്റെ ആജ്ഞപ്രകാരം 1920 കാലഘട്ടത്തിൽ ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഒരു ഐക്യരാഷ്ട്ര സംഘടന മുന്നോട്ട് വെക്കുകയായിരുന്നു. എന്നാൽ 4 കോടിയോളം ഹൃദയങ്ങൾ നിശ്ചലമായ, 3 കോടിയോളം ജനങ്ങൾക്ക് പരിക്കേൽക്കപ്പെട്ട രണ്ടാം ലോക മഹായുദ്ധത്തെ ഈ ഐക്യരാഷ്ട്ര സംഘടനക്ക് തടയാൻ കഴിയാതെ പോവുകയും പുതിയൊരു ഐക്യരാഷ്ട്ര സംഘടന കൊണ്ടുവരണമെന്ന ആശയത്തോടുകൂടി UNO എന്ന് പറയുന്ന ഒരു ഐക്യരാഷ്ട്ര സംഘടന ഒക്ടോബർ 24-ന് 153 രാജ്യങ്ങളുടെ ഒപ്പോടുകൂടി നിലവിൽ വരികയാണ്. എന്നാൽ ഇന്ന് 193 രാജ്യങ്ങൾ, നമ്മുടെ ഭാരതമടക്കം അതിൽ പങ്കാളികളാണ്. UNO നിരവധി യുദ്ധങ്ങൾ നിർത്തിവെച്ചിട്ടുണ്ടെങ്കിലും അതിൽ പലതും UNOക്ക് വിജയിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വാസ്തവം. നമുക്കറിയാം, ഇന്ന് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന നിരവധി യുദ്ധങ്ങളും സംഘർഷങ്ങളും തുടർക്കഥയായിക്കൊണ്ടിരിക്കുകയാണ്. ദക്ഷിണ കൊറിയയും ഉത്തര കൊറിയയും തമ്മിലുള്ള സംഘർഷം, ഇസ്രായേലും ഫലസ്തീനും തമ്മിലുള്ള തീരായുദ്ധം, സിറിയയിലെ യുദ്ധം, ഇങ്ങനെ തുടങ്ങി നിരവധി സംഘർഷങ്ങളും യുദ്ധങ്ങളും ലോകത്ത് തുടർക്കഥയായി കൊണ്ടിരിക്കുന്നത് UNOക്ക് എന്തുകൊണ്ട് തടയാനാകുന്നില്ല എന്നത് ലോകത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു ചോദ്യം ചിഹ്നം തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ, ഈ UNOയിലുള്ള പഞ്ചവൽ ശക്തികൾ, അതായത് 5 രാജ്യങ്ങൾക്ക് വീറ്റോ പവർ എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. അത് ഇന്ന് ആ 5 ശക്തികളുള്ളത് അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, റഷ്യ, ചൈന എന്ന് പറയുന്ന 5 രാജ്യങ്ങൾക്കാണ്. ഈ UNO മുന്നോട്ട് വെക്കുന്ന നടപടികൾ അത് നടപ്പിലാകണമെങ്കിൽ ഈ 5 രാജ്യങ്ങളും അനുകൂലമാകണം. എന്നാൽ ഇന്ന് യുദ്ധങ്ങൾ മുന്നോട്ട് വെക്കുമ്പോഴും ചില രാജ്യങ്ങൾ അവരുടെ താൽപ്പര്യങ്ങൾ ഈ ശക്തികളിലൂടെ നടപ്പിലാക്കുന്നുവോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. കാരണം ഇസ്രായേലിൻ്റെയും ഫലസ്തീൻ്റെയും തുടർക്കഥയായിക്കൊണ്ടിരിക്കുന്ന യുദ്ധം നിർത്തിവെക്കാത്ത സാഹചര്യം അതുതന്നെയാണല്ലോ. ഇതിനെല്ലാമുള്ള മാർഗങ്ങൾ മുൻപേ കഴിഞ്ഞു പോയ പല നേതാക്കളും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ സംഘടനകളോടുമായി പല രാജ്യങ്ങളും സഹകരിക്കുന്നില്ല എന്ന് തന്നെയാണ്. മറ്റൊന്ന്, ഈ വീറ്റോ പവറിന്റെ അധികാരം കുറക്കുക. ഇത് നമുക്ക് ഈ നിഷ്ക്രിയമായി കൊണ്ടിരിക്കുന്ന UNOയെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന മാർഗങ്ങളിൽ ചൂണ്ടിക്കാട്ടുന്ന ഒരു വിഷയം തന്നെയാണ്. മറ്റൊന്ന്, സൈന്യങ്ങൾ തമ്മിലുള്ള ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളത്. രാജ്യത്തിൻ്റെ കരാറുകളും നടപടികളും ശക്തമാക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ സൈന്യയെ മെച്ചപ്പെടുത്തുന്നത് ഇതിന് വലിയൊരു മാർഗം തന്നെയാണ്. മറ്റൊരു മാർഗം എന്ന് പറയുന്നത് ഈ രാജ്യങ്ങൾ പരസ്പരം തമ്മിലുള്ള ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത്. ഇങ്ങനെ തുടങ്ങി നിരവധി മാർഗങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ഇതെല്ലാം മുറ പോലെ പിൻപറ്റി നമുക്ക് പോവുകയാണെങ്കിൽ ഈ നിഷ്ക്രിയമായി കൊണ്ടിരിക്കുന്ന UNOയെ, ലീഗ് ഓഫ് നേഷൻസ് എന്ന് പറയുന്ന ഈ കഴിഞ്ഞുപോയ ഐക്യരാഷ്ട്ര സംഘടനയെ പോലെ തോൽവി സംഭവിക്കാതെ വിജയത്തിലേക്ക് കൊണ്ടുവന്ന് ഇതിൻ്റെ ഉദ്ദേശമായ നമ്മുടെ ലോകത്തൊട്ടാകെ സമാധാനവും സന്തോഷവും കൊണ്ടുവരാൻ സാധിക്കും. എൻ്റെ വാക്കുകൾ അതിന് പ്രചോദനമാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കതിനു വേണ്ടി പ്രവർത്തിക്കാം, പ്രാർത്ഥിക്കാം. നാദം തുണക്കുമാറാകട്ടെ. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്കൂൾ സോൺ മലയാളം സ്പീച്ച് തുടരുന്നു.